സുഹൃത്തെ, നിങ്ങളുടെ ജീവിതം ദുഃഖത്തിലാക്കുന്ന, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് അല്ലാതെ നിങ്ങളെ ഒരു സ്ഥലത്ത് ഇരുത്തുന്ന തരത്തിലുള്ള ചില ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സൈക്കോളജിയിൽ ഇതിനെ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് എന്നും ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റിലൂടെ പോകുന്നവരെന്നും പറയാം. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാം, ഫാദർ ആയിരിക്കാം, മദർ ആയിരിക്കാം, സിബിലിംഗ് ആയിരിക്കാം. ഇവരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷനാണ്. കാര്യം എന്താണെന്ന് ഞാൻ പറയാൻ പോവാണ്. ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ്, BPD, NPD ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പൊതു സ്വഭാവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത്തരക്കാരുടെ ഒരു പൊതു ഫീച്ചേഴ്സാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത്തരക്കാരുമായിട്ട് നിങ്ങൾ ഡെയിലി ഡീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവരുടെ ഒരു കോർ തോട്ട് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇഫ് ഐ ലോസ് ദിസ് പേഴ്സൺ ഐ മേ ലോസ് മൈ സെൻസ് ഓഫ് സേഫ്റ്റി ഓർ വർത്ത്. അതായത് എനിക്ക് ഇയാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി. കൂടെയുള്ള ആൾ ആര് തന്നെയാണെങ്കിലും അവരുടെ പേഴ്സണൽ ബൗണ്ടറിയിലേക്ക് കയറി അവർ ആര് തന്നെയാണെങ്കിലും അവരൊരു കൂട്ടിലിട്ട് കൊണ്ട് നടക്കുന്നത് പോലെ കെട്ടിയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ഇത്തരക്കാർക്ക്. അതവർ വാക്കുകളിലൂടെയും എക്സ്പ്രഷനിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും നിങ്ങളോടിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ പൊതുവെ പെരുമാറുന്ന രീതിയിലുള്ള ചില സംസാരങ്ങളുടെ സാമ്പിൾ പറയാം. ഇവർ നിങ്ങളോട് ഡയറക്റ്റായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയില്ല. ഉള്ളിൽ ചില അർത്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു സംസാരമായിരിക്കും അവരുടെ രീതി. അവരുടെ കമ്മ്യൂണിക്കേഷൻ രീതി തന്നെ ഡിഫറൻ്റ് ആയിരിക്കും. ഒരു ഓപ്പൺ ടോക്ക് നിങ്ങൾക്ക് ഇത്തരക്കാരുടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവരുടെ സെൻറ്റൻസുകൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നീ ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല, നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നിനക്ക് എന്നേക്കാൾ ഇഷ്ടപ്പെടാനുള്ള വേറെ ആരൊക്കെയോ ഉണ്ടില്ലേ, വേറെ ആരൊക്കെയോ ഇല്ലേ നിൻ്റെ കൂടെ, എനിക്കറിയാം നിനക്ക് എന്നോടിപ്പോൾ പഴയ പോലെയുള്ള ഇഷ്ടങ്ങളൊന്നുമില്ല. ചില കാര്യങ്ങൾ അവരുടെ സംസാരത്തിലൂടെ അവർ തന്നെ അങ്ങ് ഡിസൈഡ് ചെയ്യും. നിങ്ങളങ്ങനെ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെ അവരുടെ സംസാരത്തിലൂടെ അവരങ്ങനെ ആക്കിക്കളയും, ഡൈവേർട്ട് ചെയ്ത് കളയും. നിനക്ക് എന്നേക്കാൾ ഇഷ്ടം അയാളോടല്ലേ ഇയാളോടല്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. ഇവരിൽ നിന്ന് വരുന്ന ഇത്തരം ചോദ്യങ്ങൾ ഓരോരുത്തരിലും ഡിഫറൻറ്റാണ്. ഒരാൾ ഈ രീതിയിലാണെങ്കിൽ വേറൊരാൾ ചിലപ്പോൾ ദിവസങ്ങളോളം നിങ്ങളോട് മിണ്ടാതിരുന്നു കൊണ്ട് സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ചെയ്യുക. അതായത് അവരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടി വരുന്ന അവസ്ഥ. ഇത്തരക്കാരുടെ വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, നീ എന്നെ വിട്ട് പോകില്ലല്ലോ അല്ലേ. ചിലപ്പോൾ ഇത്തരക്കാർ പറയാം, എനിക്ക് ആരും വേണ്ട, എനിക്ക് ജീവിക്കാൻ അറിയാം, ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളറിയാതെ ഇത്തരക്കാർ ഇൻവിസിബിളായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളൊരു സിമ്പിൾ പേഴ്സൺ ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ ചിന്തകളിലേക്ക് കോംപ്ലിക്കേഷൻ കൊണ്ടുവന്ന് നിങ്ങളെ ലോക്കാക്കിയിടുന്നതാണ് ഇത്തരക്കാരുടെ രീതി. അവസാനം നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വരും, ഞാൻ വലിയ എന്തോ തെറ്റ് ചെയ്തല്ലോ. ആ തോട്ട് നിങ്ങളിലേക്ക് ദിവസങ്ങളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് അവരാണ്. ഇത്തരക്കാരുടെ ചിന്തകളും ഡയലോഗുകളും ഒരു വീഡിയോയിലൂടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പെട്ടെന്ന് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ചാണ് ഇവരിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുക. വേറൊരു കാര്യം കൂടെ, നിങ്ങളിപ്പോൾ അഥവാ ഇത്തരക്കാരോട് ഓവറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. അവർ നിങ്ങളോട് വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറി നിൽക്കാൻ ശ്രമിക്കും. ഉള്ളിൽ അവർ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പ്രഷനിലൂടെയും ബിഹേവിയറിലൂടെയൊക്കെ അവർ കാണിക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലുള്ളൊരു കാണിക്കലായിരിക്കും. അതായത് അവർക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. നിങ്ങളെങ്ങനെ ഒരു കൂട്ടിലിട്ട് കൊണ്ട് നടക്കുന്ന പോലെ ലോക്കിട്ട് കൊണ്ട് നടക്കാനേ അവർക്കറിയൂ. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, ഞാൻ എങ്ങനെയാണ് ഇയാളെ സ്നേഹിക്കേണ്ടത്, എൻ്റെ സ്നേഹം ഇയാൾക്ക് മനസ്സിലാവുന്നില്ലേ. ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു സമ്മാനം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് അവർക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളെ ആണോ വിവാഹം ചെയ്തത് എന്നറിയാനുള്ള ഒരു 3 സൈൻ ഞാൻ പറഞ്ഞുതരാം. 1, നിങ്ങൾ അങ്ങോട്ട് എത്ര സ്നേഹിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് അവർ നടിക്കും. അവർക്ക് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ, അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര അഗ്രസീവായിട്ടായിരിക്കും സംസാരിക്കുക. അതേസമയം ഇമോഷണലാവും, കരയും, ഒരു മൂലയിൽ പോയിരിക്കും. ഇതൊക്കെ അവരുടെ സ്റ്റൈലാണ്. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കായിരിക്കാം. എന്തായാലും ഇമോഷൻസ് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വല്ലാത്തൊരു അഗ്രസീവ് വെറുപ്പ് നിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കും. 3ാമത്തെ കാര്യം, അവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് റീഅഷുറൻസ് കിട്ടിക്കൊണ്ടിരിക്കണം. അതായത് നിങ്ങളിങ്ങനെ ഉറപ്പ് നൽകിക്കൊണ്ടിരിക്കണം, എനിക്ക് നിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ്ലി റീഅഷുറൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഡെയിലി പറയേണ്ടി വരും, ആഴ്ചയിൽ 3-4 തവണ പറയേണ്ടി വരും. അത് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ അവർക്ക് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കുറച്ചൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇത്തരക്കാർ വളർന്നു വന്ന സാഹചര്യത്തിൽ അവരുടെ ഇമോഷണൽ നീഡ്സ് ഒന്നും വാലിഡേറ്റ് ചെയ്യാത്ത പാരൻസ് ആയിരിക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർ ആ ട്രോമ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്.
അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് മുഴുവനായിട്ട് ബ്ലെയിം ചെയ്യാനും പറ്റില്ല. ഇതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ, ഇത്തരക്കാരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ഇങ്ങനൊരു പാർട്ട്ണറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കഴിയുന്നതും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് പിന്മാറുക. ചിലപ്പോൾ കല്യാണത്തിന് മുന്നേ ഒക്കെ നിങ്ങൾക്കിത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ ഇങ്ങനൊരു പാരൻസിൻ്റെ മക്കളായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലിയോ കാര്യങ്ങളോ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി നിങ്ങൾ മാറി നിന്ന് ജീവിക്കാം. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി നിർത്തുക. അപ്പോൾ ഇങ്ങനൊരു ടോപ്പിക് ഇടാൻ കാരണം നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരം നല്ല തീരുമാനങ്ങളായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കുന്നത്. താങ്ക്